വെൽക്കം ടു ദിവ്യാസ് ഡിഷസ്. ഇന്നൊരു പായസം റെസിപ്പിയാണ്, അവിൽ പഴം പായസം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പായസം നമുക്കെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. പായസം തയ്യാറാക്കാനായിട്ട് നമുക്ക് കുറച്ച് ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ശർക്കര 3/4 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ച് അലിയിച്ചെടുത്തതാണ്. എന്നിട്ട് അത് അരിച്ചു മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വച്ചിരിക്കുകയാണ്. പായസം റെഡിയാക്കാനായിട്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു നേന്ത്രപ്പഴമാണ്. നന്നായിട്ട് പഴുത്ത ഒരു നേന്ത്രപ്പഴം, അത്യാവശ്യം നല്ല വലിപ്പമുള്ള പഴമാണ്. അത് നമുക്കിനി ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി ചെറുതാക്കി വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇതിനെക്കാട്ടിലും ഒത്തിരി വലുതായിട്ട് കട്ട് ചെയ്യരുത്. അപ്പോൾ നമ്മൾ നേന്ത്രപ്പഴം കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കുക. ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പും അതേപോലെ 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. അതേ പാനിൽ അതേ നെയ്യിലേക്ക് തന്നെ 250 ml കപ്പാണ് ഞാൻ അളവിന് എടുത്തിരിക്കുന്നത്. ആ കപ്പിൽ 1.5 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. ബ്രൗൺ കളറുള്ള അവിലാണ് എടുത്തത്, വൈറ്റ് കളറുള്ള വെളുത്ത അവിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ 1.5 കപ്പ് അവിൽ അതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതായത് നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത അതേ നെയ്യിലേക്കാണ് ഇട്ട് കൊടുത്തത്. 1 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അത് നല്ല ക്രിസ്പി ആയി വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 1-2 മിനിറ്റ് നേരം മാത്രമേ വെക്കാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ വെക്കരുത്. ആ സമയം കൊണ്ട് തന്നെ അത് ക്രിസ്പി ആയി വരും. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതങ്ങോട്ട് മാറ്റി വെച്ചു. അതേ പാനിൽ തന്നെ വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം അതിലൊന്ന് വഴറ്റിയെടുക്കുകയാണ്. 1 മിനിറ്റ് നേരം ഇതുപോലൊന്ന് വഴറ്റി കൊടുത്താൽ മതി. ഒരുപാടങ്ങ് പേസ്റ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യരുത്. ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി നേരം വേണ്ട, 1 മിനിറ്റ് നേരം അതും ഒന്ന് വഴറ്റി കൊടുത്തു, അത്രയേ ഉള്ളൂ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി വീണ്ടും സ്റ്റൗവിൽ വെച്ച് ഗ്യാസ് ഓൺ ചെയ്തിരിക്കുകയാണ്, നന്നായിട്ടൊന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ട്. ഈ സമയം നമുക്കതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് നേന്ത്രപ്പഴം ആ നെയ്യോടുകൂടി തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടി കട്ടിയുള്ള പാത്രത്തിൽ വേണം എപ്പോഴും പായസം തയ്യാറാക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ ശർക്കരയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് കട്ടിയായി വരുമ്പോഴത്തേനും അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത്യാവശ്യം നല്ല അടി കട്ടിയുള്ള പാത്രത്തിലോ വലിയ ഉരുളിയിലോ ഒക്കെ വേണം റെഡിയാക്കാനായിട്ട്. നേന്ത്രപ്പഴവും അതുപോലെ ശർക്കരയും പനിയും കൂടെ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അവിലൊന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. അല്ലേ, നന്നായിട്ട് തിളച്ച് വന്നു. മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്തെടുത്താൽ മതി, ഒത്തിരി ഫ്ലെയിം കൂട്ടി വയ്ക്കേണ്ട. നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന അവിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അവിലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആദ്യത്തെ ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ ഇടവിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി, കുഴപ്പമില്ല. അത് കഴിയുമ്പോഴത്തേനും പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, കാരണം അടിക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. കുറച്ചായിട്ട് അതൊന്ന് തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഞാൻ ഈ അവിൽ വേവിച്ചെടുക്കാനായിട്ട് എടുത്ത സമയം എന്ന് പറയുന്നത് 10 മിനിറ്റാണ് കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നിട്ട് 10 മിനിറ്റ് കൊണ്ട് അവിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ശർക്കരയ്ക്ക് ഒന്ന് വറ്റി ഒന്ന് കുറച്ച് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്കതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. തേങ്ങാപ്പാലല്ല കേട്ടോ, പശുവിൻ പാൽ തന്നെയാണ്. 1/2 ലിറ്റർ പാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പാല് ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക പാല് ചേർക്കുമ്പം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിടാം. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. തിളപ്പിച്ച പാലാണ് ഏറ്റവും നല്ലത്. തിളപ്പിക്കാത്ത പാലായാലും കുഴപ്പമില്ല, തിളപ്പിച്ച പാലാണ് കൂടുതൽ നല്ലത്. ചില സമയത്ത് പാലിങ്ങനെ ലാസ്റ്റ് നമ്മൾ ചേർക്കുമ്പോൾ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് തിളപ്പിച്ചെടുത്തിരുന്ന പാലാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ പാല് ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് പാല് തിളച്ചാൽ മതി. ആ സമയം കൊണ്ട് തന്നെ അത് തിക്കായി വരും. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ അത് തിക്കായി വരും. അവിൽ നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ തന്നെ പിന്നെ ഒരുപാട് നേരം വെച്ച് കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് അത് തിക്കാവും. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് 3 ഏലയ്ക്ക 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്താണ്. അതുകൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പം നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി ഒത്തിരി നേരം വെച്ച് കുറച്ചുകൂടെ അത് വറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പായസം കോരിയെടുക്കാൻ പറ്റില്ല. അതിനേക്കാളും ഓവറായിട്ട് അത് തിക്കായി പോവും.
അപ്പോൾ അത് വേണ്ട, ഈ ഒരു രീതിയിൽ മതി. കണ്ടില്ലേ, അത്യാവശ്യം ഒരു ലൂസായിട്ട്, കാരണം ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഇനി ഒന്നുകൂടെ ഒന്ന് അത് കട്ടിയാവും. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. വളരെ ടേസ്റ്റിയായിട്ടൊരു പായസമാണ്. അവിൽ വെച്ചാണ് ഈ പായസം ഉണ്ടാക്കിയതെന്ന് ഈ പായസം കഴിക്കുമ്പോൾ നമുക്ക് തോന്നില്ല, അത്രയും ടേസ്റ്റാണ്. നമ്മൾ പ്രഥമനൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ, എന്നാൽ തേങ്ങാപ്പാലൊന്നും ചേർക്കാത്ത ഒരു പായസമാണ്. എന്നാൽ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു പ്രഥമൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പായസത്തിന്. നിങ്ങൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കുക. എല്ലാവർക്കും ഈ പായസം എന്തായാലും ഇഷ്ടമാവും. പ്രത്യേകിച്ച് ഓണത്തിനൊക്കെ സദ്യ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു പായസം ട്രൈ ചെയ്ത് നോക്കാം. ഇത് പായസം തയ്യാറാക്കി കഴിഞ്ഞ് ഒരു 5 മിനിറ്റിന് ശേഷം എടുത്തിരിക്കുന്നൊരു വീഡിയോ ആണ്. 5 മിനിറ്റ് ഞാൻ പായസം ഒന്ന് അടച്ചു വെച്ചിരുന്നു, അതിന് ശേഷം എടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. കണ്ടില്ലേ, നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ പായസം നമ്മൾ എപ്പോഴും ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ഒരു ലൂസുള്ള സമയത്ത് തന്നെ ഓഫ് ചെയ്യാം. ഒരുപാട് അങ്ങ് തിക്കാവാൻ വെയിറ്റ് ചെയ്യരുത്. ഒരല്പം ലൂസായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് അത് ഓഫ് ചെയ്യണം. കാരണം ഒത്തിരി തിക്കായി കഴിയുമ്പം ഇനിയും കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ അത് വളരെ കൂടുതലായിട്ട് നമുക്ക് കോരിയെടുക്കാൻ പറ്റാത്ത രീതിയിലാവും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത്രയും ടേസ്റ്റി ആയിട്ടൊരു പായസം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു പായസം എന്ന് പറയുന്നത് നമ്മുടെ പ്രഥമൻ്റെ അതേ ടേസ്റ്റിലൊരു പായസമാണ്. അപ്പോൾ ഓണത്തിനൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ച് സദ്യക്കൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു പായസമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു പായസം ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിനേക്കാൾ ടേസ്റ്റി ആയിട്ട് ഡിഷുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു.